കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. ജാമ്യം ലഭിച്ചാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയത്. ഫോൺ പരിശോധന റിപ്പോർട്ട് വന്ന ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം. മഞ്ചേരി ജയിലിൽ തുടരുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിത മുസ്തഫയ്ക്ക് ഉടൻ പുറത്തിറങ്ങാനാകില്ല. പ്രതിക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഷിംജിതയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ലെന്നാണ് പോലീസ് തീരുമാനം. ജനരോഷം കണക്കിലെടുത്താണ് നീക്കം. ഷിംജിതയുടെ ഫോണിലെ വിവരങ്ങളും പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം ചോദ്യം ചെയ്യലിലേക്കും തെളിവെടുപ്പിലേക്കും കടക്കാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അയ്യോ, അതെന്ത് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ബസ്സിലെ സഹയാത്രക്കാരിയാണ് കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാൾ. ഇവരും നേരത്തെ ഷിംജിതയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അതേസമയം ബസ്സിൽ ലൈംഗിക അധിക്ഷേപം നേരിട്ടുവെന്ന ഷിംജിതയുടെ പരാതിയിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്.